പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം വളരെ ഭീതിതമായ രൂപത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് കൂടുതൽ രീതിയിലുള്ള പ്രഹരം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തതാണ് ചൈന ഇറാന് നൽകിയ ആയുധങ്ങൾ. അത് അമേരിക്കൻ ഇസ്രായേൽ ആയുധങ്ങളെ തടുക്കാൻ മാത്രം ശേഷിയുള്ളതായിരുന്നില്ല. അതുകൊണ്ട് ചൈന ഇതിലൊരു ചതിയന്മാരാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തതാണ്. നിലവിൽ ലഭിക്കുന്ന ചില വിവരങ്ങളും വിലയിരുത്തലുകളും പറയുന്നത് ഇതിലേറ്റവും കൂടുതൽ പ്രയോജനകരമാകുന്നത് ഈ യുദ്ധം ചൈനയ്ക്കാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ചൈനയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ അവരുടെ ഏറ്റവും വലിയ എതിരാളി അമേരിക്കയാണ്. അവർക്ക് യഥാർത്ഥ ഭീഷണി ഉള്ളത് അമേരിക്കയിൽ നിന്നാണ്. അപ്പോ അമേരിക്ക ഒരു യുദ്ധത്തിൽ കുരുങ്ങിക്കിടക്കുക എന്നുള്ളത് ചൈനയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സന്തോഷകരമായ ഒരു വസ്തുതയാണ്. ഇവിടെ പല രീതിയിൽ അമേരിക്ക ഈ യുദ്ധം നീണ്ടുപോയാൽ അമേരിക്കയ്ക്ക് തിരിച്ചടികൾ ഉണ്ടാകും. ഒന്നാമത്തെ വിഷയം ഈ സാമ്പത്തികമാണ്. നമ്മളത് ഇടയ്ക്ക് ചർച്ച ചെയ്തിരുന്നു. ഈ യുദ്ധത്തിൽ അമേരിക്കയെ ഫണ്ട് ചെയ്യാൻ വേറെ ആരുമില്ല. അമേരിക്ക സ്വന്തം പോക്കറ്റിൽ നിന്നും പൈസ ഇറക്കിയിട്ടാണ് ഈ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ഇസ്രായേലിന് പൈസ കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ സമ്പദ്ഘടനയിൽ അത് വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതാണ് ഒന്നാമത്തേത്. അപ്പോൾ അമേരിക്കയെ ഒരു പ്രദേശത്തേക്ക് തളച്ചിടുകയും കൂടാണ് ഈ യുദ്ധം. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുക, ഈ യുദ്ധം കുറച്ച് മാസങ്ങളോളം നീണ്ടു നിൽക്കുകയാണ്. അമേരിക്കയുടെ ഒരുപാട് ആയുധങ്ങൾ അവിടെ പ്രയോഗിക്കപ്പെടും. ഈ അമ്മ്യൂണിഷൻ എന്ന ഒരു കാര്യം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആ ഉൽപാദനം ഈ അമേരിക്കൻ സൈന്യത്തിന് മാത്രം കൊടുത്താൽ പോരാ, ഇസ്രായേലിനും കൊടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അമേരിക്കയുടെ സ്റ്റോക്കുള്ള ആയുധ അമ്മ്യൂണിഷൻ വളരെയധികം കുറവ് വരും. അതും ഈ ചൈനയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷപ്രദമായ ഒരു കാര്യമാണ്. പിന്നെ മൂന്നാമത്തേത്, എന്തായാലും ഇറാൻ ആയുധങ്ങൾ ആവശ്യമുണ്ടല്ലോ. ആ ആയുധം വിൽക്കണമെങ്കിൽ അമേരിക്ക കൊടുക്കില്ല, പാശ്ചാത്യ രാജ്യങ്ങൾ കൊടുക്കില്ല. ഇപ്പൊ രണ്ട് രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഒന്ന് റഷ്യയും ഒന്ന് ചൈനയും. സ്വാഭാവികമായിട്ടും ചൈനയെ സംബന്ധിച്ചിടത്തോളം അതൊരു വരുമാനമാണ്. ഇങ്ങനെ പല ഘടകങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ഇവിടെ ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ നേട്ടം ചൈനയ്ക്കാണ്. അതായത് ചൈനയുടെ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് അമേരിക്കയെ മുഴുവനായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം അത് വന്നു. അമേരിക്ക ഇറാനിൽ ബോംബാക്രമണം നടത്തുന്നതിന് തൊട്ടു മുമ്പ് തന്നെ അമേരിക്കയുടെ മുഴുവൻ പ്ലാനും ചൈനീസ് ഉപഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞു. അപ്പം ഇത് ചൈനയെ സംബന്ധിച്ച് അമേരിക്കയുടെ ഓരോ നീക്കങ്ങളും ചൈന പഠിക്കുക. ഈ ഓരോ ഫോട്ടോകളും ഓരോ വീഡിയോ ഫുട്ടേജും അമേരിക്കയുടെ ഓരോ ആയുധങ്ങളുടെ പ്രകടനം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇന്നലെ നമ്മൾ ഒരു കാര്യം ചർച്ച ചെയ്തിരുന്നു. താഡ് എന്ന അമേരിക്കൻ സിസ്റ്റം എങ്ങനെയാണ് അണ്ടർ പെർഫോം ചെയ്തത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഇറാൻ ബലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് നശിപ്പിച്ചത്. അപ്പോൾ ഈ ഒരു വിഷയം ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്കൊരു ആശ്വാസമാണ്. കാര്യം ചൈനയുടെ SQ-9B അത്ര വലിയ ഗുണമൊന്നും ഇല്ല എന്നുള്ളത് ഓപ്പറേഷൻ സിന്ദൂറിലും അതിനുശേഷം ഈ ഇറാൻ അമേരിക്ക യുദ്ധത്തിലുമൊക്കെ വെളിയിൽ വന്നു. അപ്പം ആ ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനം മാത്രമല്ല, അമേരിക്കയുടെ പ്രതിരോധ കൊട്ടിഘോഷിക്കപ്പെട്ട അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനവും ഈ പറയുന്ന ഗുണമൊന്നുമില്ല എന്നുള്ളത് അവിടെ വച്ച് ചൈന മനസ്സിലാക്കുകയാണ്. അപ്പോൾ ചൈനയെ സംബന്ധിച്ച് ഇതൊരു ആശ്വാസമാണ്. പിന്നെ അടുത്തത്, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചൈനയും പാകിസ്ഥാനും കൂടി ചേർന്ന് നിർമ്മിച്ച ഒരു വിമാനമാണ് നമുക്കറിയാം JF-17. ഈ JF-17 ഇടയ്ക്ക് മ്യാൻമാറിന് കൊടുത്തിട്ട് അവിടെ അത് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി. നൈജീരിയക്ക് 3 കൊടുത്തു. ആ 3 ഉള്ളതിൽ 2 ഗ്രൗണ്ടഡ് ആയി. അപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനീസ് വിമാനങ്ങൾ അത് ക്വാളിറ്റി ഇല്ല എന്നുള്ള ഒരു ആരോപണം ലോകമെമ്പാടും വരികയാണ്. പിന്നെ മാത്രവുമല്ല, ഇപ്പോൾ അവരുടെ JF-17 വളരെ മികച്ചത് എന്ന് അവകാശപ്പെടുന്ന J-10C, ആ J-10C റഫാൽ വിമാനത്തെ വെടിവെച്ചിട്ടു എന്നൊക്കെ അവര്
ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് അവര് ഒരുപാട് പിന്നെ അവകാശവാദങ്ങൾ നിരത്തിയിരുന്നു. പക്ഷെ ഇപ്പോ പല രാജ്യങ്ങളും ഈ J-10C വാങ്ങിക്കാൻ ഉദ്ദേശിച്ച പല രാജ്യങ്ങളും അത് മുഖവിലേക്ക് എടുക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ചൈന അവർക്ക് തെളിവ് കൊടുക്കണം എന്ന് ഈ J-10C വാങ്ങിക്കാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ച പല രാജ്യങ്ങളും അത് തെളിവ് ആവശ്യപ്പെട്ടിരിക്കുക. ചൈനയെ വലുതായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നമുക്കറിയാം ചൈനയുടെ മറ്റ് ആയുധങ്ങൾക്കും ഒക്കെ ഇന്ത്യയിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉണ്ടായ ഒരു തിരിച്ചടി, അത് PL-15 പോലുള്ള എയർ ടു എയർ മിസൈലുകൾ, അതായത് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലായ PL-15, അതിനൊക്കെ സംഭവിച്ച തിരിച്ചടിയൊക്കെ നമുക്ക് നമ്മൾ വായിച്ചും മനസ്സിലാക്കിയതുമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു വലിയ വിഷയമാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം. അപ്പോഴാണ് അമേരിക്കയുടെ F-15 വിമാനങ്ങൾ 3 അവിടെ നഷ്ടപ്പെട്ടത്. പിന്നെ ചൈന ചില അവകാശവാദങ്ങൾ, ഇറാൻ ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഒരു B-2 ബോംബർ വെടിവെച്ചിട്ടെന്നും അമേരിക്കയുടെ മറ്റൊരു F-16 വെടിവെച്ചിട്ടെന്നും ഒക്കെ. അത് മാത്രവുമല്ല, അമേരിക്കയുടെ പിന്നെ HQ, അതായത് പ്രെഡേറ്റർ ഡ്രോൺ, ആ പ്രെഡേറ്റർ ഡ്രോൺ പിന്നെ ഇറാൻ 9 നശിപ്പിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നു. അമേരിക്കയുടെ റഡാറുകൾ നശിപ്പിച്ച കാര്യം, ഇതെല്ലാം കൂടെ വന്നപ്പോൾ ചൈനയ്ക്ക് ഇതൊരു ബാലൻസിങ് പോലെ തോന്നി. ഈ യുദ്ധം ചൈനയെ രക്ഷിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ മുഖം നഷ്ടപ്പെട്ട ചൈന ഏതാണ്ട് ഇതേ അവസ്ഥകളൊക്കെ അമേരിക്കയ്ക്കും ഈ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിൽ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആശ്വാസമാണ്. ഞങ്ങളുടേത് മാത്രമല്ല മോശം, വേറൊരുത്തനുണ്ടല്ലോ ഞങ്ങളെക്കാൾ വലുത്, അവൻ്റേത് ഇത്രയൊക്കെ ഉള്ളൂ, അപ്പോൾ ഏതാണ്ട് തുല്യത ഞങ്ങൾ കൈവരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ആശ്വാസം ചൈനയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇതാണ് മറ്റൊരു വിഷയം. ഇനി ചൈനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്, ചൈന ചിന്തിക്കുന്നത് ഇറാൻ പോലുള്ള ഒരു രാജ്യത്ത് ചൈനയുടെ സ്വാധീനം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായിട്ടാണ്. അങ്ങനെ വലിയ സ്വാധീനമുള്ള ചൈന എണ്ണയുടെ മാർക്കറ്റിൽ, ചൈനയും ഇന്ത്യയെ പോലെ തന്നെ ഒരു വലിയ ഇമ്പോർട്ടറാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാരാണ് ചൈന. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയ നേട്ടമാണ്. കാരണം ഗൾഫിൻ്റെ എണ്ണ വിപണിയിൽ ചൈനയ്ക്ക് ഉള്ളൊരു സ്വാധീനം വർദ്ധിക്കുന്ന, കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഈ യുദ്ധത്തിൽ ഒരു ഭാഗം ചേർന്നു, പക്ഷെ വേണ്ടത്ര വിജയം വരിച്ചില്ലെങ്കിൽ ഇന്ന് ഗൾഫിന് അവിടെയുള്ള ഒരു സ്വാധീനം അവിടെ ഇല്ലാതാകും എന്നുള്ളതാണ് ഒരു സംശയം. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് വിഷയങ്ങൾ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ഒരു നേട്ടമാണ് ചൈനയ്ക്കിത്. ചൈന ഇതിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് ചൈന വർദ്ധിത വീര്യത്തോടെ ഈ യുദ്ധത്തിൽ നിന്നും നേട്ടമുണ്ടാക്കുന്ന ഒരു രാജ്യമായിട്ട് ചൈന മാറുകയാണ്. ചൈന മിണ്ടാതിരിക്കുകയാണ്. പക്ഷേ ഈ യുദ്ധം ഒരുപാട് നാൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ചൈനയ്ക്കും തിരിച്ചടി ഉണ്ടാകും. അത് കാരണമാണ് ചൈന ഒരു നിശ്ചിത കാലത്തേക്ക് ഈ യുദ്ധം അതിനുശേഷം നിർത്താം എന്നുള്ള രീതിയിലാണ്. കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം.